ഇന്ത്യയിലെയും അതുപോലെ കേരളത്തിലെയും രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി എന്ന് നമുക്കറിയാം. അയോധ്യയും അയ്യപ്പനും ശബരിമലയിലെ സ്ത്രീ പ്രവേശനവും ആഗോള അയ്യപ്പ സംഘവും ഒക്കെയാണ് വലിയ തോതിൽ ചർച്ചയാകുന്നത്. നേരത്തെ അത് ഇന്ത്യയിലെ നാഷണൽ പൊളിറ്റിക്സിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പൊളിറ്റിക്സിലേക്കും അതെല്ലാം തന്നെ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM പുറത്തേക്കെടുത്തിട്ടുള്ള ഒരു വജ്രായുധം എന്ന് പറയുന്നത്, അതായത് ഇരുതല മൂർച്ചയുള്ളൊരു വാളെന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഘവുമാണ്. മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനെ എതിർക്കാനും പറ്റില്ല, അനുകൂലിക്കാനും പറ്റില്ല എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ, രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അതിലൊന്ന്, ഇന്നലെ സ്മൃതി പരുത്തിക്കാട് CPMൻ്റെ നിലപാടുകളെ തുറന്നു കാണിച്ചതാണ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന പരിപാടിയിലൂടെയെങ്കിൽ ഇന്ന് ഏറ്റവും ഒടുവിൽ അതിൻ്റെ എപ്പിസോഡ് എത്തി നിൽക്കുന്നത് VD സതീശൻ്റെ ഒരു പത്രസമ്മേളനത്തിലാണ്. VD സതീശനൊക്കെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു ആദ്യം, അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെ തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ശേഷമുള്ള ഏതാനും മണിക്കൂറുകളിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും മുസ്ലിം ലീഗും ഒക്കെ ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കട്ടെ എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ അവർ അനുകൂലിക്കുകയായിരുന്നു. അതേസമയം തന്നെ ശിവസേനയും ഈ പറയുന്ന പോലെ മറ്റ് ചില സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഒക്കെ തന്നെ ഇത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയും NSSനെ പോലെയുള്ള രണ്ട് പ്രബലമായിട്ടുള്ള സമുദായ സംഘടനകൾ, ഒന്ന് NSSും SNDPയും ഒക്കെ ഇതിനെ അനുകൂലിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ പരിഭ്രാന്തിയിലാണ് UDFും അതുപോലെ കോൺഗ്രസും ഒക്കെ എത്തിച്ചേർന്നത്. കോൺഗ്രസ് പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് കണ്ടാൽ കുറച്ചുകൂടി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് VD സതീശൻ്റെ പത്രസമ്മേളനത്തിൽ ഉയർന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനെ ബഹിഷ്കരിക്കുകയാണോ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഗോള അയ്യപ്പ സംഗമത്തെ ബഹിഷ്കരിക്കുകയാണോ എന്ന് ചോദിക്കുന്നതിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അതിനെ ബഹിഷ്കരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ചോദിക്കുന്നത് നിങ്ങളിതിൽ പങ്കെടുക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളതിൽ പങ്കെടുക്കാനും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തള്ളാനും കൊള്ളാനും വയ്യാത്തൊരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയൊക്കെ നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പരിപാടിക്ക് വിളിക്കുന്നു. പരിപാടിക്ക് വിളിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയോട് ആദ്യം ഫ്രണ്ട് സീറ്റിലിരുത്തുന്നു, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ പോയി ബാക്കിലിരിക്കാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞ് അപമാനിതരാകുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം സ്വാതന്ത്ര്യ ദിനത്തിലെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. അപ്പോൾ പറയുന്നു നിങ്ങൾ സ്വാതന്ത്ര്യ ദിനത്തെ പോലും എന്ത് ചെയ്യാത്തവരാണ്, ഈ പറയുന്ന പോലെ ബഹുമാനിക്കാത്തവരാണ് എന്ന് പറഞ്ഞുള്ള പ്രചരണം കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്താലും കുഴപ്പമാകും എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതാണ്ട് അതേപോലെ തന്നെ ഇന്ന് VD സതീശനെ സംബന്ധിച്ചോളം UDFിൻ്റെ നിലപാട് പറയാൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ ഇതിനെ തള്ളാനും കൊള്ളാനും വയ്യ. പകരം ഇപ്പോൾ പുതിയൊരു കാര്യം VD സതീശൻ പറഞ്ഞേക്കണത്, ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്നാണ്. പിന്നെ അത് കൂടാതെ പ്രശാന്ത് എന്ന് പറയുന്ന ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഇന്നലെ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം കാണാൻ വന്നിട്ട് എന്നോട് അനുവാദം ചോദിക്കുകയോ എന്നോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ ശ്രമിച്ചില്ല. പകരം പുറത്തൊരു കത്ത് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത് എന്നാണ് VD സതീശൻ പറയുന്നത്. ഇനി അദ്ദേഹം എപ്പോഴെങ്കിലും വന്നാൽ ഞാൻ കാണും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികളുടെ വോട്ടുകൾ തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന് പറയുന്ന വലിയ ഭയം UDFിനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ഇതിനെ എതിർക്കാൻ മുസ്ലിം ലീഗിന് എന്തായാലും പറ്റില്ല. കാരണം അത് മതപരമായിട്ടുള്ള ചില വിഭജനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും അത് LDFിന് മൊത്തത്തിൽ അനുകൂലമാകുമെന്നൊക്കെയുള്ള ഭയം അവർക്കുണ്ട്. ഇതേപോലെ തന്നെയാണ് വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള BJP നേതൃത്വമൊക്കെ തന്നെ. കാരണം അവരൊക്കെ പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നിങ്ങൾ അവർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ അഫിഡവിറ്റ് എന്ന് പറയുന്നത് 2018 വിധിക്ക് മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റാണ്. ആ അഫിഡവിറ്റിൽ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ സ്ത്രീകളെ പ്രവേശിക്കണമെന്നാണ് ഇടതുപക്ഷം അത്തരത്തിലൊരു അഫിഡവിറ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ അഫിഡവിറ്റ് ഇനിയിപ്പോൾ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുമ്പോൾ ഒരു അഫിഡവിറ്റ് ചോദിച്ചാൽ കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വിശാലമായ ഭരണഘടനാ ബെഞ്ച്. അപ്പോൾ അത് പരിശോധിച്ച് ഇനി എന്നാണ് അഫിഡവിറ്റ് ചോദിക്കുക എന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും അഫിഡവിറ്റ് തിരുത്തണമെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്നുകൂടി LDF മുന്നോട്ട് വെക്കുന്നു. എന്ന് പറഞ്ഞാൽ LDF അതിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നു. പകരം ആചാര സംരക്ഷണത്തിന് വേണ്ടി LDF ഇറങ്ങിത്തിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് 2018 എൻ്റെ പ്രേക്ഷകർ അറിയേണ്ടത്, ഈ വിധിയെ എല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. കോൺഗ്രസ് സ്വാഗതം ചെയ്തു, RSS സ്വാഗതം ചെയ്തു, BJP സ്വാഗതം ചെയ്തു. RSSൻ്റെ ഇപ്പോഴുമുള്ള നിലപാട് അവിടെ സ്ത്രീകളെ കയറ്റണമെന്നാണ്. CPMും സ്വാഗതം ചെയ്തു. പക്ഷേ സ്വാഗതം ചെയ്തതിന് ശേഷം NSS ഒരു നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പണി പാളും. കാരണം മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ
അപ്പുറത്താണ്, അതായത് സ്ത്രീകളെ കയറ്റണ്ട എന്നുള്ള നിലപാടിലാണെന്നുള്ള തോന്നലുണ്ടായി. അതുകൊണ്ട് തന്നെ നവോത്ഥാനമൊക്കെ ഭരണത്ത് വെച്ചുകൊണ്ട് നവോത്ഥാന സമിതി എന്നും നവോത്ഥാന മതിലെന്നൊക്കെ പറഞ്ഞ ചില അഭ്യാസങ്ങളൊക്കെ നമ്മൾ കൊണ്ട് അതിനുശേഷം CPM വേറെ നിവൃത്തിയില്ല. കാരണം അത്തരത്തിൽ നമ്മുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. ആളുകളുടെ മനസ്സിലേക്ക് ഭക്തിയും അതുപോലെ തന്നെ മതവും ജാതിയും ഒക്കെ വലിയ പ്രശ്നമായി എത്തിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ 10-30 കൊല്ലമായി ഇത്തരത്തിൽ നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് കേരളം അകന്നുകൊണ്ടിരിക്കുന്നത് CPM ഒക്കെ ശ്രദ്ധിക്കാത്തതാണ്. അപ്പോൾ CPM സംബന്ധിച്ചോളം ഇനി അതൊന്ന് റിപ്പയർ ചെയ്ത് ശരിയാക്കാനുള്ള സമയമില്ലെന്ന് അവർക്കറിയാം. കോൺഗ്രസിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും പറ്റിയതാണ്. കാരണം ഹിന്ദുത്വ അജണ്ട ഒക്കെ വളരെയധികം ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ തന്നെ വേര് പിടിച്ചപ്പോൾ കോൺഗ്രസ് അതിനോടൊപ്പം തൽക്കാലം നിൽക്കുകയല്ലാതെ വലിയ ലോങ് ടൈം പദ്ധതികളൊന്നും എടുത്തില്ല ഇതിനെതിരെ ഉള്ള മൂവ്മെൻറ്റിന് വേണ്ടി. അതുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ തകർന്നു പോവുകയും BJP വലിയ തോതിൽ അപ്രഭാവിത്വം നേടുകയും ചെയ്ത്. അപ്പോൾ ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് ഇവിടെ CPM എത്തിച്ചേർന്നിരിക്കുന്നു. CPM ഇപ്പോൾ വിചാരിക്കുന്നത് തൽക്കാലത്തേക്ക് നമുക്ക് നവോത്ഥാനമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ വളരെ ശക്തമായി പ്രകടമായി തന്നെ ഉപയോഗിക്കുന്നവരാണ് BJP. അപ്പോൾ അതുകൊണ്ട് അവരുടെ അത്രയും അപകടകാരികളല്ല കോൺഗ്രസും അതുപോലെ CPM ഒക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് CPM ഇപ്പോൾ തൽക്കാലം വിചാരിച്ചിരിക്കണം ആഗോള അയ്യപ്പ സംഘവും മുന്നോട്ട് വെക്കുന്നു. അതായത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പണ്ട് 2018 ഞങ്ങൾക്കൊരു അടി കിട്ടിയത് ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം വിശ്വാസത്തെ തന്നെ എടുത്തുകൊണ്ട് ഒരു പരിചയമാക്കി മുന്നോട്ട് പോകാനും അത് അനുകൂലമാക്കാനും CPMൻ്റെ കാഞ്ഞ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽപ്പെട്ട് ഉഴറുകയാണ് യഥാർത്ഥത്തിൽ BJPയും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസും ഒക്കെ തന്നെ ചെയ്യുന്നത്. ഇനി അഫിഡവിറ്റ് തിരുത്തി കൊടുക്കാമെന്നൊരു നിലപാട് കൂടി യഥാർത്ഥത്തിൽ CPM എടുത്താൽ അത് CPMൻ്റെ അണികൾക്കിടയിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇതിൽ ചേർന്നവരുടെ ഇടയിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം CPMൻ്റെ നിലപാടുകൾ ഒരിക്കലും CPMന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും യോജിച്ചതല്ല. പക്ഷേ എങ്കിൽ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു ഭൗതികവാദികളാണ്. അവർ ഇത്തരത്തിലുള്ള ഒരു ഈശ്വരവിശ്വാസവും അതുപോലെ ഇതുമൊക്കെ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ താൽക്കാലികമായിട്ടെടുക്കുന്ന ചില തന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നറിയാവുന്ന CPM യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഘവും മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ CPMും വലിയ കൺഫ്യൂഷനിലാണ്. കാരണം CPMനും ഈ ആഗോള അയ്യപ്പ സംഘത്തിൽ നിന്ന് എങ്ങനെ വോട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണോ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവരെ വളരെയധികം അസ്വസ്ഥരാക്കുകയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാടിൻ്റെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടിൽ സ്മൃതി ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ വളരെ നന്നായി സാധാരണ ഡിബേറ്റുകളിൽ പെർഫോം ചെയ്യുന്ന പ്രകാശൻ മാസ്റ്റർ ചെന്ന് വെള്ളം കുടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ 2018 സ്ത്രീകളെ കയറ്റണമെന്നുള്ളതായിരുന്നു നിങ്ങളുടെ നിലപാട്. ഇപ്പം എന്താണ് നിലപാടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നിലപാട് എന്ന് പോലും അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. പകരം അദ്ദേഹം പറയുന്നത് സ്മൃതി എന്ത് വൃത്തികേടാണ് ഈ ചോദിക്കുന്നത് എന്നൊക്കെയാണ്. അതിന് സ്മൃതിയുടെ വായിൽ നിന്ന് ഒരു കാര്യം വീണ് കിട്ടി അദ്ദേഹത്തിന്. കാരണം തലയിൽ മുണ്ടിട്ടുകൊണ്ട് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളെങ്കിലും അമ്പലത്തിൽ പോകാറുണ്ട് എന്ന് സ്മൃതി പറഞ്ഞതിനെ ഒരു വള്ളിയായി പിടിച്ചുകൊണ്ട് അദ്ദേഹം കയറുകയും ആ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോകുന്നത് ആണ് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള ധാരണ എവിടെ നിന്ന് കിട്ടി, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റെക്കുറിച്ച് എന്താ അറിയാം, വൃത്തികേട് പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്മൃതിയുടെ നേരെ വലിയ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഈ പറയുന്ന പോലെ പ്രകാശൻ മാസ്റ്ററെയാണ് കണ്ടത്. സ്മൃതി അതിന് ആളായിട്ടില്ല ഇങ്ങനെ പറയാൻ എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പം എൻ്റെ ആളോ എൻ്റെ ഈ പറയുന്ന പോലെ പൊക്കമോ അല്ലെങ്കിൽ എനിക്കത് പറയാറായിട്ടുണ്ടോ എന്നുള്ളതൊന്നും നിങ്ങൾ പരിശോധിക്കേണ്ട എന്ന് വളരെ വ്യക്തമായി സ്മൃതി വളരെ സൗമ്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ പിടിച്ചുകൊണ്ട് പ്രകാശൻ മാസ്റ്റർ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ രക്ഷപ്പെട്ടെങ്കിൽ പോലും വീണ്ടും സ്മൃതി ഈ കാര്യം തന്നെ എടുത്തിട്ടപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് സൈ കെട്ടുകൊണ്ട് നവോത്ഥാനം നിങ്ങൾ മാറ്റിവെച്ചോ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് ഞങ്ങളൊരു പ്രായോഗിക നവോത്ഥാനത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ CPM ആണിട്ട് ഒടുവിൽ ഇങ്ങനെ നീങ്ങിയത്. അതുകൊണ്ട് CPMനെ ഞാൻ കുറ്റപ്പെടുന്നില്ല. CPM ആണ് ലാസ്റ്റ് വരെ പിടിച്ചു നിന്നതും M സ്വരാജിനെ പോലെ 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഞങ്ങൾ നിലപാടിൽ മാറ്റമില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുകയും പിന്നീട് പതുക്കെ മാറുകയൊക്കെ ചെയ്ത് CPM ആണ് കുറച്ച് പതുക്കെ മാറിയത്. ബാക്കി കോൺഗ്രസും BJP ഒക്കെ തൊട്ട് തലേ ദിവസം തന്നെ മാറി. 24 മണിക്കൂറും 48 മണിക്കൂറും കൊണ്ട് തന്നെ മാറി. കാരണം ജനങ്ങളും അതുപോലെ ചാനലുകളും ഒക്കെ പിടിച്ച് തിരിച്ചാൽ അതുപോലെ പോകാവുന്ന ദുർബലത മാത്രമേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടെ ആശയപരമായിട്ടുള്ള ദാർഢ്യത്തിനുമൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് യഥാർത്ഥത്തിൽ സ്മൃതി പരുത്തിക്കാട് ഇതിലെ തുറന്നു കാണിക്കുകയാണ് ആ ചർച്ചയിലൂടെ ചെയ്തതെങ്കിൽ ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ VD സതീശനും തുറന്നു കാട്ടപ്പെടുകയാണ് ചെയ്തത്. കാരണം
UDF ആദ്യം ഇത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് VD സതീശനൊക്കെ തീരുമാനിച്ചെങ്കിൽ തൊട്ട് സൈഡിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് ഇത് നടക്കട്ടെ എന്ന് പറയുന്ന ഒരു തീരുമാനമെടുത്തോടെ ആകെപ്പെട്ടു. ഇന്നലെ രാത്രി ചേർന്നിട്ടുള്ള മീറ്റിങ്ങിലും ഇതിന് കൃത്യമായിട്ടുള്ളൊരു തീരുമാനമോ നിലപാടോ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ VD സതീശനൊക്കെ വളരെ ഗംഭീരമായി സ്വന്തം നിലപാട് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിലപാട് പറയാതിരുന്നു. ഇപ്പോൾ CPMൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ എന്നും ഭക്തർക്കൊപ്പമാണ്. പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്, ഇനി നാളെയും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാൾ കുറച്ചുകൂടി നന്നായി ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് ആൻഡോ അഗസ്റ്റിനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മീറ്റ് ദ എഡിറ്റേഴ്സിൽ ആൻഡോ അഗസ്റ്റിൻ CPM പോലും ഉയർത്താത്ത, ഗവൺമെൻറ് പോലും ഉയർത്താത്ത കുറേ വാദങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അത് കുറച്ചുകൂടി ലോജിക്കലി നമുക്ക് കൺവിൻസിംഗ് ആയി തോന്നും. കാരണം CPMൻ്റെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാവുന്ന ഒരു പോയിന്റാണ് ആൻഡോ അഗസ്റ്റിൻ കൊടുത്തത്. ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് ഒരു സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നു, ഇപ്പോൾ ലോ ഓഫ് ദ ലാൻഡ് അതാണ്. പക്ഷേ ലോ ഓഫ് ദ ലാൻഡ് അതാണെങ്കിലും ഒരു മര്യാദ എന്നുള്ള നിലക്ക് നമ്മളിപ്പോൾ ഒരു പ്രതി എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തായാലും കോടതി തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞ് സാധാരണ ചിലപ്പോൾ പോലീസുകാരൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ വെയിറ്റ് ചെയ്യുന്ന പോലെ എന്തായാലും ഭരണഘടനാ ബെഞ്ചിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഭരണഘടനാ ബെഞ്ച് ഇതെല്ലാം തീരുമാനിക്കുന്നത്, പക്ഷേ വിശാലമായ ഒരു കാര്യമാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പോയി അതിനുശേഷം വേണം ഈ കാര്യം തീരുമാനിക്കാൻ. അപ്പോൾ അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് സർക്കാർ ഒന്ന് തീരുമാനിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മര്യാദ മാത്രമേ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിൻ CPMൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം കൃത്യമാണല്ലോ, യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോട് ഇന്ന് VD സതീശനോട് പത്രക്കാരും മാധ്യമങ്ങളൊക്കെ ചോദിക്കാതിരുന്നൊരു ചോദ്യമുണ്ട്. വനിതകളെ, അതായത് ഈ പറയുന്ന 10 വയസ്സ് 50 വയസ്സിനോടൊക്കെയുള്ള വനിതകളെ ശബരിമലയിൽ പ്രവേശിക്കണമോ വേണ്ടയോ, എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല, CPMന് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല, യഥാർത്ഥത്തിൽ ഇവിടുത്തെ BJPക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നവോത്ഥാന മൂല്യങ്ങൾ മുഴുവനായും തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മൾ പുരോഗമിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ പിന്തിരിപ്പൻ നിലപാടുകളിലേക്ക് തിരിച്ചു പോവുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്താതെ വയ്യ. പകരം മറ്റൊരു രാഷ്ട്രീയം കൂടി മാറുന്നു എന്നുള്ളതും എന്നെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് വിശപ്പ് ഒരു പ്രശ്നമല്ലാതായിരിക്കുന്നു, ഭക്ഷണം ഒരു പ്രശ്നമല്ലാതായിരിക്കുന്നു, വിലക്കയറ്റം പ്രശ്നമല്ലാതായിരിക്കുന്നു, പെട്രോളിൻ്റെ ഡീസലിൻ്റെയിലൊക്കെ വില കൂടുമ്പോൾ നേരത്തെ ഇവിടെ ബന്ധും ഹർത്താലും ഉണ്ടാകുമായിരുന്നു, അതൊന്നും പ്രശ്നമല്ലാതായിരിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരവും അയോധ്യയും അതുപോലെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഘവും ഒക്കെ ചർച്ച ചെയ്യാൻ മാത്രമുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം വിസ്മരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കൂടി മാറിയിരിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു നരേറ്റീവ് തന്നെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇനി നവോത്ഥാന മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്ന വാക്കുകൾക്ക് പോലും കേരളത്തിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നറിയില്ല. എനിക്ക് ആകെയുള്ള സന്തോഷം എന്ന് പറയുന്നത് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്നത് അവരുടെ അവകാശമാണ് എന്ന് വിശ്വസിക്കുന്ന അപൂർവം ചിലരൊരാളാണ് ഞാൻ. അതിനോട് യോജിക്കുന്ന ഒരാൾ, ഞങ്ങൾ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോൾ, വിരുദ്ധ അഭിപ്രായങ്ങളിൽ നിൽക്കുമ്പോൾ യോജിക്കുന്ന ഒരാളെന്ന് പറയുന്നത് TG മോഹൻദാസാണ്. അങ്ങനെ TG മോഹൻദാസും ഞാൻ എന്ന് പറയുന്ന രതീഷ് ചക്രവാടിയും ഒക്കെ യോജിക്കുന്ന ഒരേ ഒരു കാര്യം അതാണ്. പക്ഷെ അതൊന്നും ഉറക്കെ പറയാൻ പോലും കഴിയാത്ത ലെവലിലേക്ക് കേരളം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിധി വന്നപ്പോൾ വളരെ ആവേശത്തോടുകൂടി പല ചാനലുകളും വലിയ പുരോഗമനപരമായ നിലപാടുകൾ എടുക്കുകയും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ ജനങ്ങൾ ആ ചാനലുകൾ കാണുന്നില്ലെന്നും ജനം TV ആണ് കാണുന്നതെന്നും മനസ്സിലായപ്പോൾ അവർ നിലപാട് മാറ്റുകയും പതുക്കെ താഴോട്ട് വരികയും ചെയ്തു. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം പ്രശ്നമല്ല, യഥാർത്ഥത്തിൽ എല്ലാ ചാനലുകളുടെയും മാധ്യമപ്രവർത്തകരുടെയും സാംസ്കാരിക നായകരുടെയും കേരളം മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണ് എന്ന് പറയാതെ വയ്യ. അതിലേറ്റവും മാറിയ CPMനെ മാത്രമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താനും കഴിയില്ല.